മുംബൈയിൽ 2018 നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റി എല്ലാവർക്കും ധാരണയുണ്ട്. പക്ഷെ ആ ഒരു രാത്രി തന്നെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒരു ഹീറോയിസിനെ പറ്റി ആർക്കും അറിയാം. ഞാനിപ്പോൾ കണ്ടുവന്നിരിക്കുന്നത് ഭാരത് ഭാഗ്യ വിധാത എന്ന സിനിമയാണ്. ഞാൻ അൺഡൗട്ടഡ്ലി പറയാം, ഞാൻ ഈ ബോളിവുഡിൽ നിന്ന് ഈ വർഷം കണ്ടതിന് ഒരു സർപ്രൈസിങ് എക്സ്പീരിയൻസ് തന്നൊരു പടമായിരുന്നു. ഈ പടം ബേസ് ചെയ്തിരിക്കുന്നത് 2018 നടന്ന 26/11 മുംബൈ അറ്റാക്സ് ആണ്. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സൈഡാണ് ഈ പടം എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ ഒരു രാത്രി തന്നെ കാമ ഹോസ്പിറ്റലിൽ ടെററിസം അറ്റാക്ക് ചെയ്യുന്നു. അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സസും അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാം കൂടെ അവിടുത്തെ പേഷ്യൻസിനെയും ന്യൂ ബോൺ ബേബീസിനെയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ആണ് ഈ പടത്തിലൂടെ കാണിക്കുന്നത്. എനിക്ക് ആകെ ആദ്യത്തെ ഒരു 40 to 45 മിനിറ്റ്സ് മാത്രമേ എനിക്ക് ഭയങ്കര ഡ്രാഗിങ് ആയിട്ട് തോന്നുള്ളൂ. ബിക്കോസ് ആ ഒരു നഴ്സുമാരുടെ പേഴ്സണൽ ലൈഫ്സും അവരുടെ റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുത്ത പോലെ തോന്നി. പക്ഷേ അറ്റാക്ക് ചെയ്ത മൊമെന്റ് നമ്മൾ ഈ പാഠത്തിൽ എൻഗേജ് ആവും, നമ്മൾ ഹുക്കാവും. ദ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ചസ് തന്നെ പറയേണ്ടി വരും. പിന്നീട് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല, അത്രയും എൻഗേജിംഗ് ആയിട്ട് നമ്മൾ ഈ സിനിമ കണ്ടിരിക്കും. പിന്നീട് ഈ സിനിമയിൽ വരുന്ന ഓരോ കോറിഡോഴ്സ് ആണെങ്കിലും ഓരോ സൗണ്ടും ഓരോ നോക്ക് പോലും നമുക്ക് ഭയങ്കര ടെൻഷൻ വരുത്തിക്കും. ഏതായാലും മനോജ് തപ്പാടിയ ഡിസേർവ്സ് ആൻ അപ്രിസിയേഷൻ ഫോർ ഹിസ് ഡയറക്ഷൻ. ഒരു ഡെബ്യൂ ഡയറക്ഷൻ ഒന്നും തോന്നിയില്ല, അത്രയും കിടിലമായിട്ടാണ് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അബ്സല്യൂട്ട്ലി നെയിൽ ഇട്ട് തന്നെ പറയേണ്ടി വരും. ആൻഡ് കങ്കണ റണൌത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വൈ ഷീ ഈസ് എ പവർഫുൾ പെർഫോമർ. അതേപോലെ കൂടെയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ് പോലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന്റെ സൗണ്ട് ഡിസൈൻ, ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ പാട്ടുകളും വലിയ കുഴപ്പമുണ്ടായില്ല. ജി.വി. പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും ആ ഒരു ത്രില്ലർ മോഡ് നന്നായിട്ട് തന്നെ എലിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വർക്ക് ആവാത്ത ഒരു കാര്യം ഒന്നാണ്, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പോസ്റ്റ് പേട്രിയോട്ടിസം കേട്ടിട്ടുണ്ട്. അത് വലിയൊരു ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അതേപോലെ പവർഫുൾ ആയിട്ട് കാണിച്ച കുറെ നിമിഷങ്ങളൊന്നും വലിയൊരു പവർഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഇതൊന്നും ഈ പടത്തിന്റെ കംപ്ലീറ്റ്ലി ഈ പടത്തിന്റെ മൂഡിനെ നശിപ്പിക്കുന്നില്ല. ഓവറോൾ ഈ പടം നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് മനോജ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു പേട്രിയോട്ടിക് മൂവി അല്ല, ഇതൊരു കറേജിന്റെ സ്റ്റോറിയാണ്, ഇതൊരു സർവൈവൽ സ്റ്റോറിയാണ്, ഇത് കുറെ അൺസങ് ഹീറോസിന്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ഈ സിനിമ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. Because I believe some stories are meant to be deserved on the big screen, and this is one of them.